എത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയാലും നിയമം പാലിക്കാൻ വാഹനവുമായി ഇറങ്ങുന്ന ആളുകൾ തയ്യാറായില്ലെങ്കിൽ അപകടങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സംസ്ഥാനത്തെ ബ്ലാക്ക് സ്പോട്ടുകളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ ഇന്നത്തെ പരിശോധനകളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശവുമായി ഇറങ്ങിയ MVD പോലീസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന കരമന കളിയിക്കാവിള ദേശീയപാതയിലാണ് തലസ്ഥാനത്തെ ചെക്കിംഗ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. റോഡുകളിലൂടെ പോകുന്ന 100 വാഹനങ്ങളിൽ 10 എണ്ണമെങ്കിലും നിയമം പാലിക്കാതെയാണ് യാത്ര. ചിലർക്ക് ഹെൽമെറ്റ് ഇല്ല, ഉള്ളതാണേൽ വലിയ ഗുണവുമില്ല. വണ്ടി ഓടിക്കുമ്പോഴും ഫോൺ ഉപയോഗിക്കുന്നവർ. എന്തിനാ കൈ കാണിച്ചെന്താ സാറേ? മൊബൈൽ ഫോൺ ശരി ആയിക്കോട്ടെ. എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ മൊബൈൽ ഫോൺ എടുത്ത് നമ്മൾ ഈ മൊബൈൽ ഫോണിലേക്ക് ഒന്ന് നോക്കുന്ന ആ ഒരു സെക്കൻഡ് സമയം നമ്മുടെ ഇരുവശത്തു നിന്നും ഇടത്തൂടെയും വലത്തൂടെയൊക്കെ മറ്റ് വണ്ടികളെല്ലാം പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൺട്രോള് ഒന്ന് തെറ്റുന്ന സമയത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ള വാഹനങ്ങളിലേക്ക് നമ്മുടെ വാഹനം തട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഒരു സെക്കൻഡ് സമയത്തെ നമ്മുടെ ശ്രദ്ധ നമ്മൾ റോഡിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ വലിയൊരു അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തെറ്റായ പ്രവൃത്തി മൂലം റോഡിലൂടെ വാഹനം ഓടിച്ചു വരുന്ന ഒട്ടനവധി ആൾക്കാർക്ക് ഇതെന്തുണ്ടാക്കും? അപകടം ഉണ്ടാക്കും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ടേൺ ഇൻഡിക്കേറ്ററുകൾ ശരിയായി ഘടിപ്പിക്കാതെയും ഇല്ലാതെയും പോകുന്നവർ. ഈ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഈ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുക? ഇടത്തോട്ട് നീ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്ന സമയത്ത് മറ്റൊരു വ്യക്തിക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്പർ പ്ലേറ്റിൻ്റെ അടിവശത്താണ് ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്തേക്കുന്നത്. എങ്ങനെ അറിയാൻ സാധിക്കും ഇടത്തേക്ക് തിരിയുന്നു എന്നുള്ളത്? കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണ്ടേ? ആകപ്പാടെ ഇരിക്കുന്ന അളവെന്ന് പറയുന്നത് വളരെ ചെറിയ അളവാണ്. അപ്പോൾ ഇടതുവശത്തേക്ക് തിരിയുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണണ്ടേ? മതിയായ രേഖകളില്ലാതെ യാത്ര ചെയ്യുന്നത് മുതൽ കൈ കാണിക്കുന്ന ഓരോ വണ്ടിയിലും മിനിമം ഒരു നിയമലംഘനമെങ്കിലും ഉണ്ടാകും. ഇനി കുറച്ച് കണക്കുകൾ നോക്കാം. ഈ ഒരു വർഷം സംസ്ഥാനത്തുണ്ടായ അപകടങ്ങളും അതിൽ മരണപ്പെട്ടവരുടെയും കണക്കാണിത്. റോഡിൽ വണ്ടിയുമായോ അല്ലാതെയോ ഇറങ്ങുമ്പോൾ നമ്മളൊരു മിനിമം മര്യാദയൊക്കെ പാലിക്കണം. പറയാതിരിക്കാൻ വയ്യ, നമ്മളക്കാര്യത്തിൽ വളരെ പിന്നിലാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും പരിശോധനയും അതിന് പിന്നാലെയുള്ള പിഴയും ഒക്കെ ഒരു താക്കീത് മാത്രമാണ്. റോഡ് എല്ലാവരുടെയുമാണെന്ന് ചിന്തിച്ചാൽ മാത്രമേ നല്ലൊരു ഗതാഗത സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയൂ. തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24.